കോട്ടയം നഗരസഭയിലെ പെൻഷൻ തട്ടിപ്പിൽ സംസ്ഥാന ഓഡിറ്റ് വിഭാഗത്തിന്റെ പരിശോധന. ഓഡിറ്റ് വിഭാഗം ഡയറക്ടർ നേരിട്ടെത്തിയാണ് നഗരസഭയിൽ തെളിവെടുപ്പ് നടത്തിയത്. തട്ടിപ്പ് നടന്ന സമയത്തേതടക്കമുള്ള ഫയലുകളാണ് പ്രധാനമായും പരിശോധിച്ചത്. കോടികളുടെ തട്ടിപ്പ് നടന്നിട്ടും കോട്ടയം നഗരസഭയിലെ ഓഡിറ്റ് വിഭാഗത്തിന് ഇത് കണ്ടെത്താനായിരുന്നില്ല. ഈ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥരടക്കം ഗുരുതര വീഴ്ച വരുത്തിയെന്നാണ് വകുപ്പുതല അന്വേഷണത്തിൽ കണ്ടെത്തിയത്. ഇതേ തുടർന്ന് 4 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് സംസ്ഥാന ഓഡിറ്റ് വിഭാഗം പരിശോധന നടത്തുന്നത്. ഡയറക്ടർ KG മിനിമോളുടെ നേതൃത്വത്തിലുള്ള സംഘം നഗരസഭയിലെത്തി ഫയലുകൾ വിശദമായി പരിശോധിച്ചു. ഈ അന്വേഷണത്തിലൂടെ തട്ടിപ്പിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമെന്ന് പ്രതിപക്ഷം പറയുന്നു. ഈ തട്ടിപ്പിന്റെ ഒരു വ്യാപ്തി ഇതിലും വളരെ കൂടുതലായിരിക്കും. അത് കൃത്യമായിട്ട് കണക്കിൽ വരുന്നത് അന്നേരം മാത്രമേ പുറത്തു വരാൻ സാധ്യതയുള്ളൂ. ഇതെല്ലാം കൂടെ കണക്ക് കൂട്ടുമ്പോൾ ഇത് വലിയ തരത്തിലുള്ള എന്ന് പറഞ്ഞാൽ ഭരണസമിതിയുടെ ഒത്താശയോടെ തന്നെ ഭരണ തലപ്പത്തിരിക്കുന്ന ആളുകളും അവരെ ചുറ്റിപ്പറ്റിയുള്ള കുറേ ആൾക്കാരുടെ പിന്തുണയോടുകൂടി നടന്ന ഒരു തട്ടിപ്പാണെന്നുള്ളത് വസ്തുത. അതാണ് രേഖകൾ നശിപ്പിച്ചതോ മാറ്റിയതോ ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ പുറത്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നു. വരും ദിവസങ്ങളിലും കോൺഗ്രസ് ഭരിക്കുന്ന കോട്ടയം നഗരസഭയിൽ അന്വേഷണം തുടരും. തട്ടിപ്പിന്റെ സൂത്രധാരനും പ്രതിയുമായ അഖിൽ സി വർഗീസ് സംസ്ഥാനം വിട്ടുവെന്നാണ് ക്രൈംബ്രാഞ്ച് സംഘത്തിന്റെ വിലയിരുത്തൽ. ഇയാളെ കണ്ടെത്തുന്നതിനായി ലുക്കൌട്ട് നോട്ടീസും ക്രൈംബ്രാഞ്ച് പുറപ്പെടുവിച്ചിട്ടുണ്ട്. സാംജിത് ആർപ്പൂക്കരയ്ക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.